ഗ്രന്ഥസമീക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് വിക്ടർ ആന്റണിനോ, കോഴിക്കോട് ബാറിലെ അഭിഭാഷകനാണ്. നല്ലൊരു വായനക്കാരനാണ്, അത്യാവശ്യം എഴുതുന്ന ആളുമാണ്. ഞാൻ 2-3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് കാൾ മാർക്സിൻ്റെ നോട്ട്സ് ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥമാണ്. മലയാളത്തിലേക്ക് ഇന്ത്യ ചരിത്ര കുറിപ്പുകൾ എന്ന പേരിൽ അത് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകമാണ് ഈ കാണുന്നത്. ഇത് കാൾ മാർക്സിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളിൽ ഒന്നല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രധാനമായ ഗ്രന്ഥമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കാരണം പല ചരിത്ര പണ്ഡിതന്മാരും കാൾ മാർക്സിനെ കണക്കാക്കിയിട്ടുള്ളത് യൂറോസെൻട്രിക്, യൂറോപ്പ് കേന്ദ്രീകൃതമായ ഒരു ചിന്തകനായിട്ടാണ്. ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്നാണ് പണ്ഡിതമതം. എന്നാൽ അത് ശരിയല്ല. ഇന്ത്യയെ അദ്ദേഹം കൂലങ്കഷമായി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യ ചരിത്രവും അതുപോലെ തന്നെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയും കീറിമുറിച്ച് പരിശോധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു നിദർശനമാണ്, തെളിവാണ് ഈ ഗ്രന്ഥം. ഇതിലൂടെ ഒന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇദ്ദേഹം ഈ ചരിത്രം തുടങ്ങുന്നത് 632 AD ആണ്. അതായത് ആ വർഷമാണ് പ്രൊഫറ്റ് മുഹമ്മദ് അന്തരിക്കുന്നത്. പിന്നീട് അദ്ദേഹം 714 AD ഇന്ത്യൻ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: മുഹമ്മദ് മതം എന്ന് വെച്ചാൽ ഇസ്ലാം പേർഷ്യക്കാർക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ ഹിന്ദുക്കൾക്കിടയിൽ ഇതിന് പ്രചാരം കുറവായിരുന്നു. ഇതിന് കാരണം പേർഷ്യക്കാരുടെ പുരോഹിതന്മാർ സമൂഹത്തിന്റെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട അധകൃതരായിരുന്നു. മറിച്ച് ഇന്ത്യയിൽ പൂജാരിമാർ രാജ്യത്തിന്റെ സർവശക്തരായ രാഷ്ട്രീയ പ്രതിനിധികളായിരുന്നു. ഇത് എൽഫിൻസ്റ്റൺ എന്ന ഇംഗ്ലീഷ് ചരിത്രകാരനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാർക്സ് പറയുന്നത്. ഇവിടെ ഇന്നും നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇതിലൂടെ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ മാർക്സ് ഏറ്റവും ചെറിയ സംഗതിയാണല്ലോ നമ്മളെ കാലിക്കറ്റ്, കേരളം. ഈ കേരളത്തെ പറ്റി പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പേജ് 90. കേരള ഹിന്ദുസ്ഥാനിലെ ബ്രാഹ്മണരാൽ കോളനിവൽക്കരിക്കപ്പെടുകയും ഈ വിഭാഗത്തിലെ കുലീനരാൽ ഭരിക്കപ്പെടുകയും ചെയ്തു. കന്നഡ ദേശവും മലബാർ ദേശവും ഉൾപ്പെട്ടിരുന്നു. ക്രമേണ ചെറുഭാഗങ്ങളായി പിളർന്നു, ചെറു കഷ്ണങ്ങളായി മാറി. മലബാർ സാമൂതിരിയുടെ കൈവശത്തിലായിരുന്നു. കാലിക്കറ്റ് രാജാക്കന്മാരായിരുന്നു സാമൂതിരി. അദ്ദേഹം ഇതിനെപ്പറ്റി ലണ്ടൻ ലൈബ്രറിയിൽ ഇരുന്നും കൊണ്ട് ഇവിടെ നിന്നുള്ള പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് നോട്ട് എഴുതുമ്പോൾ അദ്ദേഹം കാലിക്കറ്റിനെ പോലും നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശ്ചര്യകരമാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഈ കുറിപ്പുകളിൽ ഏറ്റവും ദീർഘമായ കുറിപ്പ് ഹൈദരാലിയെ പറ്റിയാണ്. തെക്കേ ഇന്ത്യൻ ചരിത്രത്തിൽ, തെന്നിന്ത്യൻ ചരിത്രത്തിൽ ഹൈദരാലിയുടെ പ്രാധാന്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പേജ് അദ്ദേഹം ഹൈദരാലിയുടെ ജീവചരിത്രത്തിന് വേണ്ടി വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മാനവധർമ്മശാസ്ത്രം അത് അതിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതാണ്: ഇന്ത്യയിൽ ഒരു കാളയ്ക്ക് പകരം വേറൊരു കാളയെ വെക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു മനുഷ്യന് പകരം മറ്റൊരു മനുഷ്യനെ വെക്കുക എന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു: മാനവധർമ്മശാസ്ത്രത്തിലെ 10-ാം അധ്യായം 62-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ മേൽ പറഞ്ഞതുമായി താരതമ്യപ്പെടുത്തുക. ഒരു ബ്രാഹ്മണനെയോ പശുവിനെയോ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിഷ്കാമമായ ജീവത്യാഗം ശൂദ്രരുടെ മോക്ഷത്തിന് അത് കാരണമായി തീരാം. ഇത് മനുവിന്റെ ലോ ആണ്. അതിനെ പറ്റിയിട്ടും അദ്ദേഹം നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ മനുവിന്റെ ഈ മാനവധർമ്മശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വരുന്നത് 1863-ലാണ്. അത് ഏകദേശം 6 മാസം എടുത്ത് ഇംഗ്ലണ്ടിലെത്തി. കാരണം അന്ന് ആഫ്രിക്ക ചുറ്റി പോണല്ലോ കപ്പൽ. 6 മാസം എടുത്ത് ഇത് ലണ്ടനിലെത്തി. ലണ്ടൻ ലൈബ്രറിയിൽ വന്ന് അത് വായിച്ച് പഠിച്ച് 1867 മാർക്സ് മൂലധനം 1, 2, 3 വോളിയത്തിന്റെ മെറ്റീരിയൽ ശേഖരിക്കുമ്പോൾ അതിൽ ഈ 2-ാം വോളിയത്തിൽ 12-ാം അധ്യായത്തിന്റെ അവസാനത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ഗ്രന്ഥം നമുക്ക് തരുന്നത് നമ്മളെ പറ്റി തന്നെയുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ്. ഇതിലുടനീളം ഇന്ത്യയുടെ പ്രാധാന്യത്തെ പറ്റിയും അതേമാതിരി തന്നെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു ഭാവന അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റാണ്. അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. ഇന്ത്യയിൽ ഏതൊക്കെ കാര്യങ്ങൾ വികസിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും നമ്മുടെ ഇവിടെയുള്ള ജന്മിവ്യവസ്ഥ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, നികുതി പിരിക്കുന്നതിന് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ള സെമീന്ദാർമാർ എങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിൽ
ഭൂവുടമസ്ഥന്മാരായി എന്ന് ഭൂപ്രഭുക്കന്മാരായി എന്ന് മാർക്സ് വിവരിക്കുന്നു. ഇന്ത്യയെ മനസ്സിലാക്കുന്നതിന് ഈ ഗ്രന്ഥം ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. വായനക്കാർക്ക് ഇത് ആദ്യത്തെ എഡിഷൻ പ്രസിദ്ധീകരിക്കുന്നത് ജനവാർത്ത പബ്ലിക്കേഷനാണ് 2015. പിന്നീടുള്ളത് ഫാബിയൻ ബുക്സ് ആണ് രണ്ടാം എഡിഷൻ. പിന്നീട് മൂന്നാമത്തെ എഡിഷനും ഫാബിയൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ അവൈലബിൾ ആണ്. വായനക്കാർ താല്പര്യപൂർവ്വം ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഒരു നല്ലൊരു കാര്യവും കൂടി ആണ്. നന്ദി, നമസ്കാരം.